ഉമ്മയോട് ബാപ്പയോട് കയർത്തി സംസാരിക്കരുത്, വേദനിപ്പിക്കരുത്, അവരെ നിന്ദിക്കരുത്, അവരെ ഒരിക്കലും തന്നെ മനസ്സിന് വേദന ഉണ്ടാക്കരുത്. അവര് വല്ലതും ആവശ്യപ്പെട്ടാൽ തിരസ്കരിക്കരുത് കേട്ടോ. നമ്മൾ നമ്മുടെ മക്കളോട് എത്ര കരുണയോടെ കൃപയോടെ ജീവിക്കുന്നില്ലേ, വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നില്ലേ? ഇതിനേക്കാളേറെ ഒന്നുമില്ലാത്ത കാലത്ത് നമ്മെ നോക്കിയവരല്ലേ, കഷ്ടപ്പാടുള്ള കാലത്ത് നമ്മെ പൊന്നുപോലെ നോക്കിയ ഉമ്മയും ബാപ്പയല്ലേ. അതുകൊണ്ട് അവരോട് കരുണ കാണിക്കുക, കൃപ കാണിക്കുക, റഹ്മത്ത് ചെയ്യുക. ഉമ്മയോട് ബാപ്പയോട് ഒരിക്കലും തന്നെ മോശമായി പെരുമാറരുത്. പ്രിയപ്പെട്ട യുവാക്കളോട് പറയട്ടെ, വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഒരു ഭാര്യയങ്ങ് കിട്ടിയപ്പോൾ ഉമ്മയെ മറന്നു പോകരുതേ. ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞ വാക്കുണ്ട് കേട്ടോ, നീ കല്യാണം കഴിക്കുന്നത് കാരണം നിന്റെ ഉമ്മക്കും ബാപ്പക്കും വല്ല വിഷമവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ കല്യാണം പോലും മാറ്റിവെച്ച് ഉമ്മക്കും ബാപ്പക്കും ഖിദ്മത്തെടുക്കുന്നത് അതിനും പുണ്യമുണ്ടെന്നാണ് ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെയും ബാപ്പയുടെയും മനസ്സിൽ നമുക്ക് ഒരു ചെറിയ വേദന പോലും ഉണ്ടാക്കി കളയരുത്, നമ്മൾ ഉണ്ടാക്കരുത്, അതിനവസരമൊരുക്കരുത്. അവരോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ പെരുമാറി ആ മാതാപിതാക്കളെ കാലിന്റെ ചോട്ടിലാണ് അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെയും ബാപ്പയുടെയും കാലിന്റെ ചോട്ടിലാണ് സ്വർഗ്ഗമുള്ളത്.